ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അരിയുണ്ട വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും മറന്നു തുടങ്ങിയ ഈ ഒരു നാടൻ പലഹാരത്തിന്റെ സ്വാദ് നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു നാടൻ പലഹാരം 2-3 ദിവസമൊക്കെ പുറത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങ ഒരു തരി പോലും വെള്ളമില്ലാതെ വേണമെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും അങ്ങനെ ചെയ്യുമ്പോഴാണ് 2-3 ദിവസം പുറത്തു വെച്ച് സൂക്ഷിക്കാനും പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അരിയുണ്ട തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ചോറ് വയ്ക്കുന്ന ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശമുള്ള ഏത് അരി വെച്ചിട്ടും നമുക്ക് ഈ പലഹാരം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അരിയെ ഇനി നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളം വാലാൻ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കഴുകിയെടുത്തിട്ടുള്ള അരി പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടെ എടുക്കാം. ഞാനിവിടെ ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഒന്ന് വെള്ളം വറ്റിയതിനു ശേഷം ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അരി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ അരി ഇതേ ഒരു കളറിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, നല്ല മുരുമുരാന്ന് തന്നെ പൊട്ടി വരണം. അതുവരെയാണ് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരി നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പാനിൽ നിന്നും അരി എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ പാനിന്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അരി ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനാവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം അളവിൽ ശർക്കര ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കരയിലേക്ക് 1/4 ഗ്ലാസ് അളവ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് അരിച്ചുകൂടെ വെക്കണം. ശർക്കര ഇപ്പോൾ നല്ലതുപോലെ ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. വീണ്ടും നമുക്ക് അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് ഒരു 25 കാഷ്യൂസ് കൂടെ ഇട്ട് കൊടുക്കണം. കാഷ്യൂസും ഒരു തരി പോലും എണ്ണയില്ലാതെ നല്ലവണ്ണം തന്നെ വറുത്തെടുക്കാം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കാഷ്യൂസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കാഷ്യൂസിനെ എടുത്ത് മാറ്റാം. അതിനുശേഷം അരമുറി നാളികേരം ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. അതേ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നാളികേരവും ഒന്ന് ചൂടാക്കിയെടുക്കാം. നാളികേരത്തിന്റെ വെള്ളമയം ഒന്ന് വറ്റിക്കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. അധികം ഒന്നും മുരിയിച്ച് വറുത്തെടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇതേ ഒരു പാകമായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അരി നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. അരി പൊടിച്ചെടുക്കുന്നതിനായിട്ട് നല്ലതുപോലെ ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് അരി മാറ്റുവാണ്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് അരി വേണ്ടത്. അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കൂടെ തന്നെ ഒരു 5 ഏലക്ക കൂടെ ചേർക്കാം. ഇതിന്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം നല്ല തരിതരിപ്പായിട്ട് തന്നെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. അരി ഇതേ ഒരു രീതിയിൽ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാഷ്യൂസ് ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് ഒന്നുകൂടെ പൊടിച്ചെടുക്കണം. കാഷ്യൂസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഫ്രൈ ചെയ്ത തേങ്ങ ഒന്നിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. പൾസ് മോഡില് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാകും. ഇതേ ഒരു രീതിയിൽ തേങ്ങയും പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത തേങ്ങയും നമ്മൾ ഫ്രൈ ചെയ്ത അരിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉണ്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതിയാകും. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചുകൂടി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കൈകൊണ്ട് നല്ലതുപോലെ ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട വരുന്നതാണ് ഇതിന്റെ പാകം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി കുറച്ചുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. വീണ്ടും ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ കൂട്ടി യോജിപ്പിച്ച് കുഴച്ചെടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ അരിയുണ്ട നല്ലതുപോലെ ഒന്ന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയും കൂടെ നോക്കാം. കൈകൊണ്ട് കുഴച്ച് നോക്കിയപ്പോൾ ഉരുണ്ടു വരുന്ന പാകത്തിലേക്കായി കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനി 1/4 ഗ്ലാസോളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ നല്ല ഷേപ്പോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അരിയുണ്ടയെ പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ഉണ്ടയും ഒന്ന് ഉരുട്ടിയെടുക്കാം.
വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അരിയുണ്ട എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഇത്രയും തന്നെ ബാക്കിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു വീഡിയോയും കണ്ടിട്ട് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മമാര് നമുക്കുണ്ടാക്കി തന്നിരുന്ന പലഹാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു അരിയുണ്ട. ഈ ഒരു തണുപ്പ് കാലത്ത് എല്ലാവർക്കും ഒരുപോലെ തന്നെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കി എളുപ്പത്തിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു അരിയുണ്ടയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. അരിയുണ്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.